നിങ്ങൾ നമ്മുടെ സ്വഭാവം എന്താണെന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ വളരെ പോസിറ്റീവായിട്ട് പറയും, നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് വരാൻ പറയും. അത് 2-10-1-4 വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഇത് വിഷയം കണ്ട എന്താ പറഞ്ഞിരിക്കണത്? ദുരാശ മൂലം ഒന്ന് പറഞ്ഞ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നല്ല പറയണത്. 2-10-1-4 വാഗ്ദാനം നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാ ശരിക്കും വാഗ്ദാനം എന്ന് പറയണത്. ഉടമ്പടി നൽകിയിരിക്കുന്ന പറയണത്. അതറിയണമെങ്കിലേ, അതായത് നമ്മുടെ സങ്കീർത്തനം 105 എടുത്തേ, 105:8 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 105:8. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർപ്പിക്കും. അപ്പൊ ഉടമ്പടിയും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനങ്ങളെ നമ്മൾ അർഹരാക്കുകയാണ്. ദൈവം നമുക്ക് മനുഷ്യരാശിക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിത രീതി, ജീവിത അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് 8000 സിസ്റ്റം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ ഉടമ്പടി കൊണ്ട് 8000 വാഗ്ദാനങ്ങളിൽ നമ്മൾ അവകാശികളാക്കുകയാണ് നമ്മളെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഇപ്പം അത് 5:9 എന്ന് വായിച്ചേ. 105:9. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി വാഗ്ദാനം തന്നെ എന്നല്ലേ പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? വാഗ്ദാനം നമ്മളെ പ്രാപിക്കുകയാണ്. ഈ വാഗ്ദാനം അലപരാധികൾക്കും ജഡിക സന്തതികൾക്കും വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് ഉടമ്പടി പുതുക്കി വരണത്. അലപരാധി ജീവിതമുള്ളവർക്കും ജഡിക ജീവിതം ഉള്ളവർക്കും ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അതന്നെ ഇപ്പോഴും. പിന്നെ എങ്ങനെ വാഗ്ദാനം പ്രാപിക്കണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, ഈ വാഗ്ദാനം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവ സ്വഭാവം ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് 2-10-1-4 ഒന്നിട്ട് വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. വിനാശം ഉണ്ടാകണത് എങ്ങനെയാണ്? വിനാശം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദുരാശ മൂലമാണ്. കണ്ടില്ലേ? ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകണം. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ വിനാശം ഉണ്ടാകാം, സമാധാനക്കുറവുണ്ടാകാം. വിനാശം എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അത് പൊതുവെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിനാശമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്തത് UK പോകാനാണ്. അപ്പം UK കാര്യങ്ങൾ സെറ്റായപ്പോൾ തന്നെ കൂട്ടുകാരത്തി പറഞ്ഞ് ആസ്ട്രേലിയയിൽ പോകാമെന്ന് പറയും. പിന്നെ ഞാൻ ആസ്ട്രേലിയയിലേക്ക് പോയത്. അവിടുന്ന് പണിയും മേടിച്ച് തിരിച്ചു വന്നിരിക്കുന്ന ആള്. ദുരാശ. ഉടമ്പടി വേറെ. ഇപ്പം ദുരാശകൾ ഇങ്ങനെ മാറും മനുഷ്യനെ. ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. ഉടമ്പടി ചെയ്ത് UK പോകാനാ.
പക്ഷെ ഉടമ്പടി അത് ദൈവം അത് പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ പിശാസിനെ വേറെ ആരാണ്ട് വന്ന് പറഞ്ഞ് ആസ്ട്രേലിയയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഉടനെ ഇവള് ആസ്ട്രേലിയയിലേക്ക് വണ്ടി തിരിച്ചു വിട്ട് അത് കുളമായി നാശകോടാരിയായി തിരിച്ചു വന്നു. അതാണ് വിനാശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തുപോലെ ദുരാശ മൂലമാണ് വിനാശം വരണത്. കണ്ട, എപ്പോഴും നമ്മൾ നോക്കും നമ്മുടെ ഈ ആശകളുടെ ഉള്ളില് പലപ്പോഴും ആശ എന്ന് പറഞ്ഞ പല കാര്യവും ആഗ്രഹമായിരിക്കത്തില്ല, ദുരാശയിരിക്കും. ദുരാശ മൂലം ലോകത്തിന് വിനാശം എന്നാ പറയണം. ലോകത്തെ നിങ്ങളുടെ ജീവിതത്തിന് ആർക്കെങ്കിലും ഒരു ദുരാശ വന്നാൽ സ്വാഭാവികമായിട്ടും വിനാശം ഉറപ്പാണ്. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയണത്? ഇതിനൊക്കെ എല്ലാം അത് നമുക്കിങ്ങനെ ഒരു അനുഷ്ഠാന ക്രമത്തിൻ്റെ ഭാഗമായി ഒരു എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എഴുതി കെട്ടിത്താത്തി വെച്ചും പോയി തോന്നിവാസം പോലെ ജീവിച്ച് ദൈവത്തിനെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന ഒരു വ്യാമോഹം ആർക്കും ആവശ്യമില്ല, നടക്കത്തില്ല. ഇതോടുകൂടി നിങ്ങളുടെ ഒരു തകർച്ച തുടങ്ങുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പഴയ വഴികളിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. വെളുക്കാൻ തേക്കണത് പാണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയണത് ഇതിൻ്റെ ഒപ്പം തന്നെ ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി ഉടമ്പടിയല്ലേ, ദൈവത്തോടല്ല ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യണ കാലത്ത് ഉടമ്പടി ചെയ്യാൻ അർഹതയില്ലാത്തവരാണെന്ന് ഓർത്തേക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ദൈവത്തോട് ദൈവിക സ്വഭാവം ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തോടല്ല ഉടമ്പടി ചെയ്യണത്. ചെകുത്താനും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ദൈവ സ്വഭാവം വേണം ഇതിൻ്റെ അകത്ത്. അതാണ് 2 Petrus 1:4 പറയണത്. ആ ദൈവസ്വഭാവം ഒന്നിനു വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവസ്വഭാവം ഒന്നിനു വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവസ്വഭാവത്തെ കുറിച്ച് ഒന്നിനു പറഞ്ഞേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നിങ്ങൾ ഒരു ലോകത്തനമല്ലായിരിക്കും. ഈ ഉടമ്പടി ക്രിസ്തുവില് ഒരു വ്യക്തി വളരുന്നതിന് വേണ്ട പ്രോസസ്സിങ്ങിൻ്റെ വിഷയമാണ്. മരമറിയാതെ ഒന്നും കൊടിയിടരുത്. ഞാൻ നിങ്ങളുടെ അടുക്കുന്ന ഒളിച്ചോടിയൊന്നുമില്ല. കറക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. അതായത് എന്നിട്ട് ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി വരണം പതുക്കെ. അല്ല നിങ്ങളിങ്ങനെ ലോകത്തന്മാരെ പോലെ ജീവിച്ച് പണ്ടത്തെ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരുടെ കടുത്തേക്ക് ഏറ്റവും തോന്നിയവാസമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഏതെങ്കിലും ഇങ്ങനെ ഉടമ്പടി വന്ന് ഈ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിടാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതിൽ ഓരോ അടിക്കടി ഉടമ്പടി പുതുക്കുമ്പോഴും ഈ വ്യക്തി ദൈവിക സ്വഭാവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ദൈവിക സ്വഭാവത്തിൽ പങ്കെടുക്കുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ വരാൻ പറ്റും? അധികാരം വർദ്ധിക്കും. ഒരു വ്യക്തി ദൈവിക സ്വഭാവത്തിലാണ് പോണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അധികാരം വർദ്ധിക്കും. എന്തധികാരമാണ്? അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? A+ ധിക്കാരമല്ല കേട്ടാ. അധികാരം പണ്ട് പിരിച്ചെഴുതി പറയത്തില്ലേ, A+ ധിക്കാരം അധികാരം, അതല്ല, ധിക്കാരമല്ല. അധികാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ദൈവവുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ തന്നെ ഞാൻ ചേർത്തുള്ള കാര്യം പറഞ്ഞില്ലേ, ഈ പ്രേക്ഷിത പത്രം കൊടുക്കാൻ തന്നെ പ്രേക്ഷിതയും ഈ സ്ത്രീ ഗർഭിണിയായി അബോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല. ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞു, നീ ഇവളോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രേക്ഷിത ചോദിച്ചു, മകളെ നീ എന്താ ഇവിടെ വന്നത്?
അപ്പോൾ അവർ പരിങ്ങലായി. ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി തെക്കും ചാരി നിൽക്കുക, അങ്ങോട്ടത്തൊക്കെ നിൽക്കുകയാണ്. അവർ പഠിക്കുമെന്നാണല്ലോ അവർ. അപ്പം ആൻറ്റി അടുക്കത്തില്ല. ചില ആൻറ്റിമാരൊക്കെയാണ് ഈ ലോകത്ത് ആദ്യം നരകത്തിൽ പോകാൻ പോണത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ലൈൻ അടിക്കും, അണ്ടർഗ്രൗണ്ടിനും ഭൂമിയുടെ അടി കൂടി കേബിൾ വലിക്കാനും എല്ലാത്തിനും അവതാളത്തിലാക്കാനും എല്ലാ വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധം ഉണ്ടാക്കാനും ഒക്കെ കൂടെ നിന്നിരിക്കണം ആന്റിമാരാണ്. ആന്റിമാർക്ക് പണി വരുന്നുണ്ട്. അവർ സൂക്ഷിച്ചോ. നിങ്ങൾ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. നിങ്ങൾക്ക് അതിനെ അനുഭവിച്ചിട്ടില്ല. ഉടമ്പടി ജീവിതം അധികാരത്തിന്റെ ജീവിതമാണ്. ഇപ്പൊ ഈ പ്രശ്നം കണ്ടില്ലേ? അപ്പൊ അവരോട് ചോദിക്കുകയാണ്, എന്താ മോളെ വന്നത്? അപ്പൊ ഇങ്ങനെ സംഭവം. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയും. കണ്ട തീരുമാനം തന്നെ വേണ്ടില്ലേ? അതാണ് അധികാരം എന്ന് പറയണത്. നിന്റെ പ്രസവം ഞാൻ എടുത്തോളാം, പക്ഷെ നീ കുഞ്ഞിനെ കൊല്ലരുത്. കർത്താവിന് അത് ഇഷ്ടമല്ല. നീ കൊലപാതകമായിട്ട് മാറണം. പിന്നെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ ഒരിക്കൽ കൊലപാതകമായി കഴിഞ്ഞാൽ എത്ര കാലത്തെ അനുതാപം കൊണ്ടും സൽപ്രവർത്തനം കൊണ്ടുമാണ് ഇത് നീ വീടാൻ പോണത്. ഇതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ സ്വന്തം അമ്മയും അമ്മായിയമ്മയും എടുക്കാത്ത കുരിശ് അന്യ സ്ത്രീ ഏറ്റെടുക്കുകയാണ്. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ അധികാരം. അവർക്ക് കിട്ടാൻ പോയ അനേക അധികാരം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വ്യക്തി വളരുമ്പോ, ഉടമ്പടി വളരുമ്പോ ഈ ദൈവത്തില് വളർന്നുകൊണ്ടേയിരിക്കും. എന്താണ് അവളെടുക്കുന്ന ഭാരം? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു. എൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് ഈശോ എന്താ പറഞ്ഞത്? അത് ലഘുവാണെന്നാ പറഞ്ഞത്. കാര്യം എന്താണ്? കർത്താവിൻ്റെ അഭിഷേകത്തോടെ ഒരു ഭാരം എടുത്താൽ എപ്പോഴും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 അപ്പൊ ഇവളെന്താ ചെയ്യിക്കണേ? ഈ പ്രേക്ഷിത എന്ത് പറ്റി? അവള് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. കണ്ട ഈശോയുടെ ഭാരം എന്ന് പറയുന്നത് എന്താ? വായിച്ചേ. മത്തായി 11:30. മത്തായി 11:30. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ കർത്താവിന് വേണ്ടി ഒരു ചുമടെടുത്താല് അത് ദൈവത്തിന്റെ അഭിഷേകം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭാരം കുറഞ്ഞു കിട്ടും. പ്രേക്ഷിതയ്ക്ക് ഭാരം കുറഞ്ഞു കിട്ടും. അമ്മയ്ക്കും ഇത് ഭാരമാണ്. കാര്യം എന്താ? മാനുഷികമായിട്ടാണ് അവരെടുക്കുന്നത്. അമ്മ സേവയിലെ വരുമാനമാണ് നോക്കിയത്. കാര്യം 10-20,000 രൂപ മാസം കിട്ടുന്നതാണ്. അപ്പൊ ഒരു കൊച്ചിനെ കൊന്നാലും കുഴപ്പമില്ല, 20,000 രൂപ കിട്ടുമെന്നാണ് അമ്മ കരുതുന്നത്. പക്ഷെ ഇവര് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാണ് അല്ലേ എന്നുള്ളത് ഇതുപോലെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ദൈവം അസസ് ചെയ്യണേ. നിനക്കിട്ട് പണി തന്നതാണേ. നീ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നാക്കും നീട്ടി 24 എല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ നീ അല്ല എന്ന് പറയാൻ വേണ്ടി കർത്താവ് നിന്നെ ബ്രാൻഡ് ചെയ്യണതാണ്. ഇതുപോലെ ഒരു കുരിശങ്ങടെ വിട്ടിട്ട് വെച്ച് തരും. അപ്പൊ നീ എൻ്റെ പെടലി കൂടിയാണേ താഴെ ഇറക്കി വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കറന്ന് കാറും. അത് മാറി നിൽക്കാൻ പറഞ്ഞു. ഈ പണിക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതായത് ഇരുന്ന് പവർ പോകും ആൾക്കാർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് ദൈവികമല്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് പവർ പോകും. അതുപോലെ തന്നെയാണ് ഇരുന്ന പവർ കൂടുന്നത്. ഈ പ്രേക്ഷിത കണ്ട അവിടെ ഇരുന്ന് പവർ കൂടുകയാണ്. അധികാരം എന്ന് പറയുന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നല്ല അധികാരം ഉണ്ടാകേണ്ടതാണ് എല്ലാവർക്കും. ഉടമ്പടി നീലയും വെള്ളയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അധികാരം ഉണ്ടാകുന്ന ചോദിക്കുന്നത് പിന്നെയും പേർക്കിടാവിൻ്റെ പരീക്ഷയും പറഞ്ഞുകൊണ്ട് വലിയമ്മമാര് വെള്ള ഉടമ്പടിയായിട്ട് വരികയും. അപ്പൊ ഞാൻ ചോദിച്ചു, മകളെന്ത് ഈ പേർക്കിടാവിനൊരു അമ്മ ഉണ്ടല്ല, അവള് ഇന്ന് ഇതിൽ പോയെന്ന് ഉദ്യോഗത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ അമ്മ
അമ്മാമ്മയുടെ ഉടമ്പടിയിൽ പേരക്കിടാവിന് പരീക്ഷയ്ക്ക് പേപ്പറും കൊണ്ട് വന്നിരിക്കുക. അമ്മ കാണാനില്ല. ആ പണ്ടാരം ഇവൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും കുമ്പസാത്തിരത്തെ കൊല്ലമായെന്ന് ചോദിക്കും. ആ സാധനമൊന്നും അതിനില്ലത്. അതിങ്ങനെ ഉദ്യോഗം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ഉടമ്പടി പോരണത് പോരട്ടെ പിന്നെ തൂമ്പാ പോലെ അനുഗ്രഹം വെട്ടിയെടുക്കണം അമ്മാമ്മനെ കൊണ്ട്. ഈ അമ്മാമ്മമാർക്ക് ഞങ്ങൾ ഉടമ്പടി കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർ ഇന്നല്ലെങ്കിൽ നാളെ പേരക്കിടാങ്ങളെ കാര്യം പറഞ്ഞിട്ട് വരും. അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയിൽ പേരക്കിടാങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല കേട്ടോ. അമ്മാമ്മമാർ ആരും ഒരിക്കലും പേരക്കിടാങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം പറയാം. പേരക്കിടാങ്ങളെ പറയാൻ നിങ്ങളുടെ അതിന് അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങൾ അമ്മാമ്മയാണ് ഇല്ലേ? അത് എപ്പോഴും ഓർത്തേക്കണം. ഞങ്ങളിതെല്ലാം നോക്കിയാണ് ഈ വിഷയം ചെയ്തിരിക്കുന്നത്. ആധ്യാത്മികമായ വളർച്ച ഉറപ്പ് വരുത്തുന്ന രീതിയിലല്ല ക്രമീകരിക്കണം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ ഒരു മക്കളെയും സമ്മതിക്കത്തില്ല. കാര്യം ഇവിടെ കൃപാസനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ എന്തിൻ്റെ അടയാളമാണ്? ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ്. ആ പ്രത്യക്ഷപ്പെടലിൻ്റെ അടയാളം ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയായ ഉടമ്പടി എന്ന് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ദൈവം അത് ടേക്കപ്പ് ചെയ്യണത്. അവൻ പറയണ പോലെ ചെയ്യാത്ത ആൾക്കാർ ഇതിനെ ആൾത്താരെ വരണത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ഞാൻ എൻ്റെ അകത്ത് ഒരാളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ക്യാൻസർ രോഗികളെ. ക്യാൻസർ 4th സ്റ്റേജ് ആണെങ്കിൽ ഭാര്യയുടെ ഉടമ്പടിയിൽ അൾത്താരെ വരാം. അല്ലാത്ത ആർക്കും ആരുടെ ഉടമ്പടിയും അൾത്താരെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനകേന്ദ്രമായതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തിൽ വളരുന്ന വ്യക്തികളാണ്. സുവിശേഷം കൊടുക്കാൻ വേണ്ടും ആധ്യാത്മിക അധികാരം പ്രാപിച്ചുകൊണ്ട് വളരാനുള്ളതാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അപ്പോൾ വളർച്ചയില്ലാത്തൊരു ആൾക്കാരെ ഞാൻ കയറി കണ്ട കാര്യമുണ്ടാവും. അവർ വേറെ ധ്യാനകേന്ദ്രത്തിൽ പോകണം. ഇവിടെ ഇതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പ്രത്യക്ഷീകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി, അടയാളം കിട്ടാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ തന്നതാണ് ഉടമ്പടി. ആ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള 8850 വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം.